ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്ക് പോവുകയാണ്. നെന്മാറ സജിത വധക്കേസിൽ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിക്കുമ്പോൾ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. കോടതിയോട് ഒന്നും തന്നെ പറയാനില്ല എന്ന് ചെന്താമര പറഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അരുൺ ആലത്തൂരിലേക്ക് പോവുകയാണ്. അരുൺ, ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി വിധി വന്നിരിക്കുന്നു, വിശദാംശങ്ങൾ. രാഖി, ഏറെ പ്രമാദമായ സജിത വധക്കേസിൽ ചെന്താമര എന്ന പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച എല്ലാ തരത്തിലുള്ള തെളിവുകളും, പോലീസ് സമർപ്പിച്ച എല്ലാ തരത്തിലുള്ള തെളിവുകളും കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 2019 ഓഗസ്റ്റ് മാസം 31-ാം തീയതിയാണ് നെന്മാറയിലുള്ള പോത്തുണ്ടി ബോയൻ കോളനി സ്വദേശിയായ ചെന്താമര അയൽവാസിയായ സജിതയെ കൊലപ്പെടുത്തുന്നത്. അതായത് തൻ്റെ കുടുംബം തകരാൻ കാരണം സജിതയാണ് എന്നുള്ള തെറ്റിദ്ധാരണ മൂലം സജിതയുടെ വീട്ടിനകത്തേക്ക് അതിക്രമിച്ച് കയറി ഒരു കൊടുവാൾ കൊണ്ട് സജിതയുടെ കഴുത്തിലേക്ക് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു ചെന്താമര ചെയ്തിരുന്നത്. ആ സംഭവത്തിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു മലയിലേക്ക് കയറി അവിടെ ഒളിവിൽ കഴിയുകയും പിന്നീട് വിശന്ന് വലഞ്ഞപ്പോൾ താഴേക്ക് ഇറങ്ങി വരികയും അപ്പോൾ പോലീസ് പിടികൂടുകയുമായിരുന്നു. ഏതായാലും ആ സംഭവത്തിന് ശേഷം പിന്നീട് കോടതിയിൽ കൃത്യമായ തെളിവുകളും മറ്റുമെല്ലാം സാക്ഷി വിസ്താരവും ഒക്കെ നടക്കുന്ന വേളയിൽ അതിനിടയ്ക്ക് ചെന്താമരയ്ക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തുടർന്ന് കഴിഞ്ഞ 2025 ജനുവരി മാസം 27-ാം തീയതി ഇതേ ചെന്താമര ഈ സജിതയുടെ ഭർത്താവായ സുധാകരനെയും അതുപോലെ തന്നെ ഭർത്തൃമാതാവായ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ആ കൊലപാതകവും സമാന രീതിയിൽ തന്നെയായിരുന്നു നടത്തിയത്. എങ്ങനെയാണോ സജിതയെ കൊലപ്പെടുത്തിയത് അതേപോലെ തന്നെ കൃത്യമായൊരു പാറ്റേൺ ആ കൊലപാതകത്തിനും ഉണ്ടായിരുന്നു. കൊടുവാൾ കൊണ്ട് ഈ സുധാകരനെയും അതുപോലെ തന്നെ അമ്മ ലക്ഷ്മിയെയും വെട്ടി വീഴ്ത്തുകയായിരുന്നു ചെന്താമര ചെയ്തിരുന്നത്. തുടർന്ന് സമാന രീതിയിൽ തൊട്ടടുത്തുള്ള മലയിൽ പോയി ഒളിവിൽ കഴിയുകയും വിശന്ന് പറഞ്ഞപ്പോൾ താഴേക്ക് ഇറങ്ങി വരികയും അങ്ങനെ പോലീസ് പിടികൂടുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും കോടതിയിൽ ഇപ്പോൾ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് വിധിച്ചിരിക്കുന്നത്. ശിക്ഷാവിധി ഇന്നില്ല, 16-ാം തീയതി ശിക്ഷാവിധി ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറയുന്നത്. ഏതായാലും ഈ പ്രമാദമായ കേസിൽ കോടതി ഇനി എന്ത് തരത്തിലുള്ള ശിക്ഷാവിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. ഏതായാലും നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ഇതിൽ ശിക്ഷാവിധി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും ഈ ശിക്ഷാവിധി കേൾക്കുന്നതിന് വേണ്ടി ഈ സജിതയുടെ മക്കൾ ഉൾപ്പെടെ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതു തരത്തിലായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാവുക എന്ന് അറിയുന്നതിന് വേണ്ടി സജിതയുടെ മക്കൾ ഉൾപ്പെടെ ഈ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും യാതൊരു കൂസലുമില്ലാതെയാണ് ഇന്നും ഇപ്പോൾ ഈ പ്രതി ചെന്താമര കോടതിക്ക് മുമ്പാകെ നിന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി വിധി പറയുന്നതിന് മുൻപ് ചെന്താമരയോട് ഇന്ന് ചോദിക്കുകയുണ്ടായി. പക്ഷേ യാതൊന്നും പറയാനില്ല എന്ന തരത്തിലായിരുന്നു ചെന്താമര കോടതിയോട് പറഞ്ഞത്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം നേരത്തെ സാക്ഷി വിസ്താരങ്ങളും മറ്റുമൊക്കെ നടക്കുന്ന വേളയിൽ ഓരോ ഘട്ടത്തിലും ഈ ചെന്താമരയെ കോടതിയിലേക്ക് എത്തിക്കുന്ന വേളയിലൊക്കെ ചെന്താമര തനിക്ക് ഇനിയും ആളുകളെ കൊലപ്പെടുത്താനുണ്ട്, പ്രത്യേകിച്ച് ഈ തൻ്റെ അയൽവാസിയായ പുഷ്പ എന്ന സ്ത്രീയെ ഉൾപ്പെടെ തനിക്ക് കൊലപ്പെടുത്തേണ്ടതുണ്ട്, അവരും തന്നെ കുടുംബം തകരുന്നതിന് കാരണമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ചെന്താമര ഒരു പുഷ്പ എന്ന സ്ത്രീയെ ഉൾപ്പെടെ കൊല്ലണമെന്ന് വീണ്ടും ആവർത്തിച്ച് ആക്രോശിച്ചിട്ടുള്ള ചെന്താമര അതുപോലെ തന്നെ കേരളത്തിൽ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധം വലിയ രീതിയിൽ ഒരു കുടുംബം തകർന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരു കൃത്യമായ പാറ്റേണിൽ ഒരു സൈക്കോ ക്രിമിനൽ എന്ന് തന്നെ നമുക്ക് ചെന്താമരയെ വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള ഒരു വ്യക്തി, ആ സൈക്കോ ക്രിമിനൽ ആയിട്ടുള്ള ചെന്താമരയുടെ ഏത് തരത്തിലുള്ള വിധിയായിരിക്കും ചെന്താമരയ്ക്കെതിരെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇനി അറിയേണ്ടതായിട്ടുള്ളത്. ഇപ്പോഴേതായാലും കോടതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2019 ഓഗസ്റ്റ് മാസം 31-ാം തീയതിയാണ് ഈ സജിത എന്ന യുവതിയെ ചെന്താമര എന്ന വ്യക്തി വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്.
ചെയ്തത്. കഴുത്തിന് കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. തൻ്റെ ഭാര്യ പിണങ്ങിപ്പോകുന്നതിന് കാരണം സജിതയാണ് എന്ന തെറ്റിദ്ധാരണ മൂലമായിരുന്നു ആ കൊലപാതകം നടത്തിയത്. അതിനുശേഷം ആ സജിതയുടെ 2025 ജനുവരി മാസം 27-ാം തീയതി പരോളിൽ ഇറങ്ങിയപ്പോൾ, ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് സജിതയുടെ ഭർത്താവായ സുധാകരനെയും അതുപോലെ തന്നെ അമ്മ ലക്ഷ്മിയെയും ഉൾപ്പെടെയാണ് അങ്ങനെ 3 കൊലപാതകങ്ങളാണ് ഈ ചെന്താമര നടത്തിയിട്ടുള്ളത്. അതിൽ ആദ്യം നടത്തിയ കൊലപാതകം 2019 നടത്തിയ കൊലപാതകത്തിലാണ് ഇപ്പോൾ കോടതിയിൽ ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത്. ചെന്താമര കുറ്റക്കാരനാണ് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ശിക്ഷാവിധി പ്രസ്താവം 16-ാം തീയതി, അത് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ മറ്റന്നാൾ ഉണ്ടാവും എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കുന്നത്. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ 16-ാം തീയതി വിധി ഉണ്ടാവുമെന്നും ചെന്താമര കുറ്റക്കാരനാണ് എന്നുള്ളതും കണ്ടെത്തിയിരിക്കുന്നത്. രാഖി, പാലക്കാട് നെന്മാറ സജിത വധക്കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ചെന്താമര കുറ്റക്കാരനാണ് എന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. അയൽവാസിയായിരുന്ന സജിതയെ 2019 ഓഗസ്റ്റ് 31-നാണ് ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതിയാണ് ഈ ചെന്താമര. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം ഈ സജിതയാണ് എന്ന് വിശ്വസിച്ചാണ് ഇയാൾ അവരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഈ കേസിൽ പരോളിൽ ഇറങ്ങിയപ്പോൾ സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്തൃമാതാവിനെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തി എന്ന കേസ് കൂടി ഉണ്ട് എന്നുള്ളതും നിർണായകമാണ്. 68 സാക്ഷികളാണ് ഈ കേസിൽ ഉള്ളത്. 2020 കുറ്റപത്രം സമർപ്പിച്ചു. 2025 ഓഗസ്റ്റ് 4-നാണ് സാക്ഷി വിസ്താരം തുടങ്ങിയത്. ചെന്താമരയുടെ ഭാര്യ, സഹോദരൻ, കൊല്ലപ്പെട്ട സജിതയുടെ മകൾ ഉൾപ്പെടെ 44 പേരെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചിരുന്നു. സാക്ഷി വിസ്താരത്തിനിടയിൽ പലതവണയാണ് ചെന്താമര കോടതി വളപ്പിൽ ഭീഷണി മുഴക്കിയത്. എന്തായാലും ഇന്നും യാതൊരു കൂസലുമില്ലാതെയാണ് ഇയാൾ കോടതിയിലേക്ക് എത്തിയത്, കോടതി മുറിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. കോടതി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നാണ് ഇയാൾ പ്രതികരിച്ചത്. ഈ കേസിൽ ശിക്ഷാവിധി 16-ാം തീയതി, അതായത് മറ്റന്നാൾ വ്യാഴാഴ്ച എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അരുൺ, മറ്റന്നാൾ ശിക്ഷാവിധി ഉണ്ടാകുമ്പോൾ അത് എപ്പോഴേക്കും ഉണ്ടാകും എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ അരുൺ? രാഖി, മറ്റന്നാൾ രാവിലെ തന്നെ ശിക്ഷാവിധി ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചെന്താമരയെ പുറത്തേക്ക് ഇറക്കുന്ന കാഴ്ചയാണ് നമുക്ക്. ചെന്താമരയെ പാലക്കാട് കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്. യാതൊരു കൂസലുമില്ലാതെ ഇന്ന് കോടതിയിൽ നിൽക്കുന്നതായിരുന്നു. കുറ്റബോധം തോന്നുന്നുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്? ഇപ്പോൾ ചെന്താമരയുമായിട്ട് പോലീസ് വാഹനം കോടതിയുടെ പുറത്തേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ചെന്താമര യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെന്താമര പലതവണയാണ് കോടതിയുടെ വളപ്പിലെത്തി തന്നെ ഭീഷണി മുഴക്കിയിരുന്നത്. അത്തരത്തിൽ ഭീഷണി മുഴക്കിയിരുന്ന ചെന്താമര ഇപ്പോൾ ഏതായാലും ഈ കോടതി കുറ്റക്കാരനാണ് എന്ന് വിധിക്കുമ്പോൾ അതിൽ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തനിക്ക് ഇനിയും ആളുകളെ കൊലപ്പെടുത്താനുണ്ട്, തൻ്റെ കുടുംബം തകർത്ത പുഷ്പയെ ഉൾപ്പെടെ കൊല്ലുമെന്നൊക്കെ തരത്തിൽ വധഭീഷണി ഉൾപ്പെടെ ഇതേ കോടതി വളപ്പിൽ വെച്ച് തന്നെ ചെന്താമര മുഴക്കുന്ന ഒരു സാഹചര്യം മുൻപ് ഉണ്ടായിരുന്നു. ഏതായാലും ഏറെ പ്രമാദമായ സജിത ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർണായക വിധി ഉണ്ടായിരിക്കുന്നു. ചെന്താമര കുറ്റക്കാരനാണെന്നുള്ളതാണ് കോടതി വിധിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലാ 4 അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കോടതി ചെന്താമരയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ചെന്താമര യാതൊന്നും കോടതിയിൽ പറയുകയുണ്ടായില്ല. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിധി പ്രസ്താവം അത് 16-ാം തീയതി നടക്കും എന്നുള്ളതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ നേരത്തെ നെന്മാറ സജിത വധക്കേസിൽ ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി വിധി വന്നിരിക്കുകയാണ്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. മറ്റന്നാൾ 16-ാം തീയതി ശിക്ഷാവിധി ഉണ്ടാകും. അരുണാലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.